ഹലോ, ഇനി നമുക്ക് നല്ലൊരു മുട്ട വറവിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഇത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റ് ആട്ടാ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് പുതിർത്തി വെക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. നല്ല കട്ടിയുള്ള പുളിവെള്ളം കിട്ടും. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്കൊരു 2 മീഡിയം സൈസ് സവാള, ഈ ഒരു വലുപ്പത്തിലുള്ള സവാള നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. നല്ല പേസ്റ്റായിട്ട് വരണം കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല പേസ്റ്റായിട്ട് കിട്ടണം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാന് അടുപ്പത്ത് വെക്കാം. ഞാനിപ്പോൾ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3 മുട്ട നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മുട്ട വറന്ന് കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതേ സെയിം പാനിൽ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒഴിക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ചെറുതായിട്ട് പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പിടി കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ സൈസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുട്ടയും കൂടി ഇട്ടിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊരു മൊരിഞ്ഞ മണം വരും. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഏകദേശം ഒരു 2-3 മിനിറ്റ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് കുറച്ചൊരു മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകും. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുട്ട വറവ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ല അടിപൊളി മുട്ട വറവാണ്. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബലൂസ് വേൾഡ്.